2020 ക്രിക്കറ്റിന്റെ വിശ്വകിരീടം അണിഞ്ഞ ഇന്ത്യൻ ടീം പ്രശംസയുടെ നിറകിൽ നിൽക്കുമ്പോൾ വലിയ ആഘോഷങ്ങളില്ലാതെ ശാന്തമായ മുഖത്തോടെ ഒരാൾ മാത്രം ഇതെല്ലാം കണ്ടുനിന്നു. ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ. ഗംഭീറിന് ഇത് കിരീട നേട്ടം മാത്രമല്ല, പരിശീലകനായി തനിക്ക് പിഴച്ചിട്ടില്ലെന്ന് അയാൾ അടിവരയിടുക കൂടിയാണ്. വർഷം 2011 ഏകദിന ലോകകപ്പിന്റെ ഫൈനൽ. 28 വർഷങ്ങൾക്ക് ശേഷം ധോണിപ്പട ലോക കിരീടം ചൂടുമെന്ന പ്രവചിക്കപ്പെട്ട കിരീട പോരാട്ടം. നായകൻ ധോണിയുടെ നേതൃത്വത്തിൽ ടീം ഇന്ത്യ ഇറങ്ങി. ഈ ഭൂഖണ്ഡത്തിലെ തന്നെ കരുത്തരായ ശ്രീലങ്കയാണ് മറുവശത്ത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ജയവർദ്ധന എന്ന ലങ്കൻ കപ്പൽ നങ്കൂരമിട്ടു. ഇന്ത്യൻ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തി സെഞ്ചുറിയും കടന്ന ജയവർദ്ധനെ പുറത്തകന്നു നിന്നു. ലങ്ക ഉയർത്തിയ 276 റൺസിനെ പിന്തുടരാനെത്തിയ ഇന്ത്യയ്ക്ക് തുടക്കത്തിലെ പാളി. സേവാഗും സച്ചിനും അടങ്ങി. ക്രീസിൽ കോഹ്ലിക്കൊപ്പം തോക്കിലെന്ന നിലപാടെടുത്ത മറ്റൊരാൾ നിന്നു, ഗൗതം ഗംഭീർ. കത്തിക്കയറിയ ഗംഭീർ അന്ന് ലങ്കൻ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തി. 97 റൺസിൽ നിൽക്കെ പെരേരെ കടന്നാക്രമിക്കാൻ ശ്രമിച്ച പുറത്തായി. തുടർന്ന് ധോണി യുവരാജും ചേർന്ന മത്സരം വിജയിപ്പിച്ചു. ധോണിയുടെ ലാസ്റ്റ് ബ്ലാസ്റ്റ് ചർച്ചയ്ക്കിടെ സുപ്രധാനമായ ഇന്നിംഗ്സ് വേണ്ടത്ര ചർച്ചയായില്ല. മുറിവേറ്റ ഹൃദയത്തോടെ ഗംഭീർ പിന്നീട് പവലിയനിലേക്ക് ഒതുങ്ങി. ക്രിക്കറ്റ് വിട്ട രാഷ്ട്രസേവനം. MP കുപ്പായത്തിൽ നിന്നും ഗംഭീർ ഇറങ്ങുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്വമുള്ള മറ്റൊരു ദൗത്യം കാത്തിരുന്നു: ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലക സ്ഥാനം. മഹാരഥന്മാരുടെ പിൻഗാമി കസേരയിൽ ഗംഭീറിന് ഇരിക്കപ്പുറതിയുണ്ടായില്ല. വിവാദങ്ങളും കുറ്റപ്പെടുത്തലുകളും ഗംഭീറിന്റെ നേടലായി. ഏറ്റെടുത്ത ചുമതല പൂർത്തിയാക്കാൻ അയാൾ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. 2024 ചുമതല നീട്ടി നൽകിയതിന് പിന്നാലെ 2025 ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ മുത്തമിട്ടു. ഗംഭീറിന്റെ കീഴിൽ ആദ്യ കിരീടം. 2026 ചരിത്രം തിരുത്തി 2020 വിശ്വകിരീടം നിലനിർത്തുന്ന ടീമായി ഇന്ത്യയെ മാറ്റി. താരങ്ങളെ തെരഞ്ഞെടുക്കുന്നത് മുതൽ മുൻപെങ്ങും പ്രത്യക്ഷത്തിലില്ലായിരുന്ന രാഷ്ട്രീയ പ്രതിസന്ധികളെ മറികടന്നാണ് ഈ വിജയം. 2007 2020 ലോക കിരീടം നേടിയ ടീമിൽ അംഗമായിരുന്നയാൾ ഇന്ന് പരിശീലകനായി ആ കിരീടം രാജ്യത്തിന് സമ്മാനിക്കുന്നു. ആഘോഷങ്ങളില്ലാതെ അയാൾ മൂകസാക്ഷിയായി കാലത്തോട് കണക്ക് ചോദിക്കുന്നു. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.